വെള്ളിയാഴ്ച പുറത്തുവന്ന ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റ മാർക്കറ്റിന് അനുകൂലമായി മാറുകയും ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ എസ്പെഷ്യലി ടെക് കമ്പനികൾ ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തതോടുകൂടി കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. ഡോ ജോൺസ് 0.40% S&P 1%, നാസ്ഡാക്ക് 2% ഉയർന്നു. യൂറോപ്യൻ മാർക്കറ്റും ഏഷ്യൻ മാർക്കറ്റും കഴിഞ്ഞ ദിവസം പോസിറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. ഫഡ്സ് 0.75, CAC 0.89, ഡാക്സ് 1.34% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. ഏഷ്യൻ ഇൻഡിസസുകളിൽ നിക്കി 0.81%, ഹോങ്കോങ് ഇൻഡെക്സ് 2% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. ഇതെല്ലാം തിങ്കളാഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരാനുള്ള സൂചനകളാണ് നൽകുന്നത്. 5 ദിവസത്തെ വിന്നിംഗ് സ്ട്രീക്ക് അവസാനിപ്പിച്ച് വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റ് 0.67% ഇടിഞ്ഞ് 22,500 താഴെ 22,419 ക്ലോസിംഗ് നൽകിയത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ വെള്ളിയാഴ്ച 3,408 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തുകയും ചെയ്തു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 4,356 കോടിയുടെ ബൈയിങ് നടത്തി. ബ്രന്റ് ക്രൂഡിൻ്റെ വില 0.63% ഉയർന്ന് $89.57 പെർ ബാരൽ എന്ന ലെവലിലേക്ക് ഉയരുകയും ചെയ്തു. അമേരിക്കയിലെ ടെക് കമ്പനികളെല്ലാം കഴിഞ്ഞ സെഷനിൽ ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ഗൂഗിളിൻ്റെ പേരൻ്റ് കമ്പനിയായ ആൽഫബറ്റ് മികച്ച ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം തന്നെ ബൈബാക്ക് കൂടി പ്രഖ്യാപിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് 10% ഉയർന്നു. മൈക്രോസോഫ്റ്റ് 1.8%, ടെസ്ല, ആപ്പിൾ പോലുള്ള സ്റ്റോക്കുകൾ 1.1%, ആപ്പിൾ 0.3% ഇടിയുകയും ചെയ്തു. ഓവറോൾ ടെക് സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ടെക് ഇൻഡെക്സായ നാസ്ഡാക്ക് 2% ഉയർന്നത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ ടെക് സ്റ്റോക്കുകളിൽ പ്രത്യേകിച്ചും IT ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഇനി ഇന്ന് ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ബാങ്കിങ് സെക്ടറിലെ ഒരു പ്രധാന സ്റ്റോക്കാണ് യെസ് ബാങ്ക്. യെസ് ബാങ്ക് കഴിഞ്ഞ ദിവസം 0.3% ഉയർന്ന് 26 രൂപയ്ക്ക് അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. 78,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 74.43. ഇയർ ടിൽ ഡേറ്റിൽ യെസ് ബാങ്ക് 15% റിട്ടേൺ നൽകുകയും കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് 65% റിട്ടേൺ നൽകുകയും ചെയ്തു. യെസ് ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ യെസ് ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 123% വർദ്ധിച്ച് 482 കോടിയായി മാറി. ബ്ലൂംബർഗ് 305 കോടി രൂപയുടെ പ്രോഫിറ്റാണ് പ്രതീക്ഷിച്ചത്. മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും ഉയർന്ന രീതിയിലുള്ള പ്രോഫിറ്റ് യെസ് ബാങ്കിന് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചു. യെസ് ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 2.2% വർദ്ധിച്ച് 2,153 കോടിയായി മാറി. അതർ ഇൻകം 56.2% വർദ്ധിച്ച് 1,568 കോടിയായി രേഖപ്പെടുത്തുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിൽ കഴിഞ്ഞ വർഷം യെസ് ബാങ്ക് 202 കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു നേടിയത്. അവിടെ നിന്നും പ്രോഫിറ്റ് 482 കോടിയിലേക്ക് ഉയർന്നു. 123% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. യെസ് ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 2% വർദ്ധിച്ച് 2,105 കോടിയിൽ നിന്നും 2,153 കോടിയായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യെസ് ബാങ്കിൻ്റെ അസറ്റ് ക്വാളിറ്റിയും ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഗ്രോസ് NPA 2.02% നിന്നും 1.7% ഇടിയുകയും നെറ്റ് NPA 0.9% നിന്നും 0.6% ഇടിയുകയും ചെയ്തു. യെസ് ബാങ്ക് അതിൻ്റെ പ്രൊവിഷനിലും കുറവ് വരുത്തിയിട്ടുണ്ട്. 23.7% പ്രൊവിഷൻ റെഡ്യൂസ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 123% ഉയർന്നിരിക്കുന്നത്. യെസ് ബാങ്കിൻ്റെ എക്സ്പെൻസ് ഇയർ ഓൺ ഇയറിൽ 27% വർദ്ധിച്ച് 2,819 കോടിയായി മാറി. എംപ്ലോയീസ് എക്സ്പെൻസ് 20.1% ഉയരുകയും ചെയ്തു. യെസ് ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ നോക്കുകയാണെങ്കിൽ 2.4% വർധനവ് ഇയർ ഓൺ ഇയറിൽ കാണാൻ സാധിക്കുന്നു. ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് സെഗ്മെൻറ്റിലും യെസ് ബാങ്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ടോട്ടൽ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ടോട്ടൽ അഡ്വാൻസ് 12.1% വർദ്ധിച്ച് 2.27 ലക്ഷം കോടിയായി മാറി. റീറ്റെയിൽ ലോണുകളിൽ 15.5% വളർച്ചയും SME സെഗ്മെൻറ്റിലെ ലോണുകളിൽ 25.6% വളർച്ചയും മിഡ് കോർപ്പറേറ്റ് സെഗ്മെൻറ്റിലെ ലോണുകളിൽ 27.2% വളർച്ചയും കമ്പനി കൈവരിച്ചു. യെസ് ബാങ്കിൻ്റെ ടോട്ടൽ ഡെപ്പോസിറ്റ് 22.5% വർദ്ധിച്ച് 2.66 ലക്ഷം കോടിയായി മാറി. കാസ 120 ബേസിസ് പോയിൻറ്റ് ഇംപ്രൂവ് ആയി 30.9% എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു. യെസ് ബാങ്കിൻ്റെ നോൺ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 56% വളർച്ച കൈവരിച്ചിട്ടുണ്ട്. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ നോൺ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 31% ക്വാർട്ടർ ടു ക്വാർട്ടർ ഇംപ്രൂവ് ആവുകയും ചെയ്തു. കൂടാതെ യെസ് ബാങ്കിൻ്റെ ടോട്ടൽ അസറ്റ് 14.3% വർദ്ധിച്ച് 4,54,493 കോടിയായി മാറിയിട്ടുണ്ട്.
ഡെപ്പോസിറ്റ്സിൽ 22.5% വളർച്ചയും അഡ്വാൻസിൽ 12.1% വളർച്ചയും യെസ് ബാങ്ക് രേഖപ്പെടുത്തി. യെസ് ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ തിങ്കളാഴ്ച സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. യെസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം 23 ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടായി പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ 2 മാസമായി യെസ് ബാങ്ക് എന്ന സ്റ്റോക്ക് 23 അടുത്തെത്തുമ്പോൾ അവിടെ ബോട്ടം ലെവലിൽ നിന്നും ബൈയിങ് ആരംഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 26 എന്ന ലെവലായിരുന്നു. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ 26 മുകളിൽ സ്റ്റോക്കിന് പോസിറ്റീവ് ക്ലോസിംഗ് നൽകാൻ സാധിച്ചിട്ടുണ്ട്. 26 മുകളിൽ വരും ദിവസങ്ങളിലും സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 28-30 തുടങ്ങിയ ലെവലുകളായിരിക്കും സ്റ്റോക്കിൻ്റെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. യെസ് ബാങ്കിൻ്റെ വാല്യൂഷൻ നോക്കുമ്പോൾ ഏകദേശം 72 അടുത്തുള്ള വാല്യൂഷനാണ് കാണുന്നത്. ഉയർന്ന വാല്യൂഷനിലുള്ള ഒരു സ്റ്റോക്കാണ് യെസ് ബാങ്ക്. യെസ് ബാങ്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റ് 2 ബാങ്കിങ് സ്റ്റോക്കുകൾ എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. ഒന്ന് ആക്സിസ് ബാങ്കും രണ്ടാമത്തേത് SBIയും. ആക്സിസ് ബാങ്കിൻ്റെ റീസെൻറ്റ് ക്വാർട്ടർലി റിസൾട്ടിൽ HDFC ബാങ്ക് പോലുള്ള മുൻനിര ബാങ്കുകൾ ഫ്ലാറ്റ് പെർഫോമൻസ് നടത്തിയപ്പോൾ ആക്സിസ് ബാങ്ക് ഡീസൻറ്റ് പെർഫോമൻസ് നടത്തുകയും കൂടാതെ 55,000 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ വീഡിയോയിൽ ആക്സിസ് ബാങ്കിന് ബ്രോക്കേഴ്സ് നൽകിയ ടാർഗറ്റുകളെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഒട്ടുമിക്ക ബ്രോക്കേഴ്സും ആക്സിസ് ബാങ്കിൽ ബുള്ളിഷ് സെൻറ്റിമെൻറ്റാണ് വെച്ച് പുലർത്തുന്നത്. 3.49 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ആക്സിസ് ബാങ്കിൻ്റെ വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ 13 അടുത്തുള്ള വാല്യൂഷനാണ് കാണുന്നത്. ആക്സിസ് ബാങ്ക് എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ഒരു വർഷമായി അത്ര അധികം റണ്ണപ്പ് ആയിട്ടുമില്ല. 2024 സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ വെറും 3.2% മാത്രമാണ് ആക്സിസ് ബാങ്ക് ഉയർന്നത്. ഈ ക്വാർട്ടർലി റിസൾട്ടിൽ ആക്സിസ് ബാങ്കിൻ്റെ റവന്യൂ ക്വാർട്ടർ ടു ക്വാർട്ടർ 28,000 കോടിയിൽ നിന്നും 30,000 കോടിയിലേക്ക് ഉയരുകയും നെറ്റ് പ്രോഫിറ്റ് 6,520 കോടിയിൽ നിന്നും 7,630 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. കൂടാതെ ആക്സിസ് ബാങ്കിൻ്റെ ഫിനാൻസിംഗ് മാർജിൻ 8% രേഖപ്പെടുത്തുകയും ചെയ്തു. യെസ് ബാങ്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ആക്സിസ് ബാങ്ക്. ആക്സിസ് ബാങ്കിൽ പ്രൊമോട്ടേഴ്സിന് 8.2% സ്റ്റേക്ക് ഹോൾഡിങ്ങും FIസിന് 53.8% സ്റ്റേക്ക് ഹോൾഡിങ്ങും DIസിന് 30.12% സ്റ്റേക്ക് ഹോൾഡിങ്ങും പബ്ലിക്കിന് 7.8% സ്റ്റേക്ക് ഹോൾഡിങ്ങുമാണുള്ളത്. ഇവിടെ പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് കുറയുകയും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയരുകയും ചെയ്യുന്നത് ആക്സിസ് ബാങ്കിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു. കൂടാതെ ടെക്നിക്കലി നോക്കുകയാണെങ്കിലും സ്റ്റോക്കിൽ ഒരു ബ്രേക്കൗട്ട് ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. 1125 എന്ന ലെവലിൽ സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വന്നു കഴിഞ്ഞു. ഇവിടെ നിന്നും സ്റ്റോക്ക് 1200, 1250 തുടങ്ങിയ ലെവലുകളെ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ആക്സിസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം 1050 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ കൂടിയാണ്. രണ്ടാമത്തേത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ പാറ്റേൺ കാണാൻ സാധിക്കുകയും അതുപോലെ തന്നെ മികച്ച വാല്യൂഷനിൽ, അതായത് യെസ് ബാങ്ക് പോലുള്ള മറ്റ് ബാങ്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉയർന്ന വാല്യൂഷനിൽ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിലും ഡീസൻറ്റ് PE ലഭിക്കുന്ന മറ്റൊരു ബാങ്കാണ് SBI. SBI എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 800 എന്ന ലെവലിൽ ബ്രേക്കൗട്ട് നൽകിയിട്ടുണ്ട്. സ്റ്റോക്ക് 800 അടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ നിന്നും 50 മുതൽ 60 പോയിൻറ്റിൻ്റെ അപ്സൈഡ് SBIയിൽ പ്രതീക്ഷിക്കാം. SBIയെ 780 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 880 പോലുള്ള ടാർഗറ്റുകൾ എയിം ചെയ്യാവുന്നതാണ്. 750 സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ടുമുണ്ട്. വാല്യൂഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ SBIയുടെ വാല്യൂഷൻ 10 ആക്സിസ് ബാങ്കിൻ്റെ വാല്യൂഷൻ 13 യെസ് ബാങ്ക് ക്വാർട്ടർലി റിസൾട്ടിൽ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചെങ്കിലും യെസ് ബാങ്കിൻ്റെ വാല്യൂഷൻ 74 അടുത്താണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.